ഹലോ കൂട്ടുകാരെ, ഇത് എൻ്റെ നാടും എൻ്റെ അമ്പലവും ഒക്കെയാണ് കേട്ടോ. ഇവിടെ കർക്കിടകം ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പാക്കിൽ സംക്രമം നടക്കുകയാണ്. ഒരു മാസം അടിപൊളിയാണ് ഞങ്ങൾക്ക് ഇവിടെ. കണ്ടോ, ഇവിടെയെല്ലാം അവരെല്ലാം കെട്ടുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് 1-ാം തീയതി അവിടെ ചെന്നില്ല, ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ഞങ്ങൾ പോകും, ഇത് കുഞ്ഞിലെ തൊട്ട് അങ്ങനെയാണ്. അപ്പം ഞാൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞാലും ഞങ്ങൾ മാക്സിമം വരാൻ നോക്കും. അവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടോ, ഞങ്ങളൊരു കഴിഞ്ഞ വർഷം വാങ്ങിയായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ഒരെണ്ണവും കൂടെ വാങ്ങുകയാണ്. നല്ല മണമൊക്കെയാണ്. ഇത് തീരുന്നതനുസരിച്ച് ഞങ്ങൾ പിന്നെയും വാങ്ങിക്കും. പക്ഷെ ആ ഒരു വെക്കുന്ന സാധനം ഞങ്ങൾ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു കേട്ടോ. അത് കഴിഞ്ഞത് ഞങ്ങൾ അവിടെ എല്ലാം ഇങ്ങനെ ഓരോ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെയുള്ള ചേട്ടന്മാരൊക്കെ അതൊക്കെ കെട്ടിക്കൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ചെരുപ്പ് കട കണ്ടപ്പോൾ പൊന്നൂന് ചെരുപ്പ് വേണമെന്ന് പറഞ്ഞ് പൊന്നു അവിടെ ആ ചെരുപ്പൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അയാൾ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അങ്ങ് ചെരുപ്പ് എടുപ്പിച്ച്, പൊന്നുവിൻ്റെ സ്കിൻ കളർ എന്നൊക്കെ പറഞ്ഞപ്പോൾ പൊന്നു അതങ്ങ് കേട്ട് ആ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു. എന്തോ 250 രൂപ അങ്ങനെ എങ്ങാണ്ടായിരുന്നു കേട്ടോ. ഇത് കടയൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാട്ടോ. ഇവിടെയൊക്കെ അവരെല്ലാം റെഡി ആകുന്നുള്ളൂ. ചേട്ടന്മാരൊക്കെ എല്ലാം അടുക്കി പെറുക്കുകയും എല്ലാം ചെയ്യുക കേട്ടോ. പിന്നെ ഞാനവിടെ പിച്ചാത്തിയൊക്കെ ഇങ്ങനെ നോക്കുകയും വിലയൊക്കെ ചോദിക്കും. പിന്നെ ഈ കൊട്ടയൊക്കെ അവർ മെയിനായിട്ട് മുറം, കൊട്ട അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഒരു വർഷത്തിലൊന്ന് വാങ്ങുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന കേട്ടോ പറയുന്നത്. നമ്മുടെ അമ്മച്ചിയൊക്കെ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നിന്ന് ആ ചേട്ടനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ കൊട്ടയുടെ വിലയൊക്കെ. അപ്പോൾ ചേട്ടന് വേണ്ടി 260 രൂപ എന്നൊക്കെ പറയുന്ന ഞാനത് നോക്കുകയൊക്കെ ചെയ്ത് ഇനിയും വരുമ്പം മേടിക്കാമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ മിക്കവാറും പോവും കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ സ്റ്റീൽ പാത്രം കണ്ട്. അപ്പം പൊന്നൂനൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതോ 2 എണ്ണം വാങ്ങിച്ചു. അതെല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ അവിടെ. പിന്നെ അവർ സാധനങ്ങളൊന്നും അവിടെയൊക്കെ നല്ലതായിട്ട് ഇപ്പം നിരത്തിയെല്ലാം നല്ല ആയിട്ട് വെക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ അവരെല്ലാം അടുക്കി വെക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബജ്ജി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുട്ട ബജ്ജി മേടിക്കുക പൊന്നു കേട്ടോ. ഞാനപ്പോൾ ഒറ്റ പ്രാവശ്യം അത് നാവി വെച്ചുള്ളൂ. ഭയങ്കര എരിവായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഞാനത് അവിടെ തന്നെ തിരിച്ചു കൊടുത്തു കേട്ടോ. പൊന്നിൻ്റെ തന്നെ കൊടുത്തു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കടല ചേച്ചി കേട്ടോ, എൻ്റെ കുഞ്ഞിലെ തൊട്ട് എനിക്കൊരുവിധം ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ ചേച്ചി ഇവിടെ കടല വിൽക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കടലയൊക്കെ വാങ്ങുക. പല വെറൈറ്റി കടലകളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓരോന്ന് എല്ലാത്തിനകത്തുനിന്ന് ഓരോ ഐറ്റംസ് വെച്ച് ഞങ്ങളിങ്ങനെ വാങ്ങിച്ച് എടുക്കും. അപ്പം എൻ്റെ വീട്ടിലോടും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അവിടത്തേക്കും കൂടെ കൊടുക്കാനാട്ടോ കടല എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മാറി വെള്ളം വേണമെന്ന് പറഞ്ഞാൽ ആ മുട്ട ബജ്ജി. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ മേടിച്ച് കുടിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശരതനോട് പറഞ്ഞു പൊക്കോ നടന്നോ, ഞങ്ങൾ ഇവിടെ നടന്ന് വരാനുള്ള ദൂരമുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ഈ സ്ഥലത്തോട്ട്. അപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോഴത്തേക്ക് ഞാൻ പൊന്നുവിനെ ഓരോ സ്ഥലമൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. ഇത് കണ്ടോ, താഴെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, അതൊക്കെ ഞാൻ വഴി നിന്നിങ്ങനെ കാണിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പം വീട്ടിൽ ഭയങ്കര സദ്യയും കാര്യങ്ങളൊക്കെ ഉള്ള ഓരോന്നൊക്കെ ഒരുക്കി വെച്ചിരുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ ചോദിച്ചു എന്നെ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമ്മുടെ സമാജത്തിൻ്റെ വാർഷികമാണ്, അതിനുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പൊന്നു മമ്മിക്ക് മെയിനായിട്ടുള്ളത് കേട്ടോ ഈ ഉപ്പിലിട്ട മാങ്ങ വെക്കുന്നത്. അപ്പം പൊന്നും അതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ അമ്മ കഴിക്കാനൊക്കെ തന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോന്നു.